ശ്രീ ബൽദേവ് ദാ ഇപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ലോ ആൻഡ് ഓർഡറും നീതിന്യായ സംവിധാനവും പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു തുറന്ന പറച്ചിലാണ് ഈ ചെറുപ്പക്കാരൻ നടത്തിയത്. അയാൾക്ക് നേരിട്ട അനുഭവം തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് പോലീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത് എങ്കിൽ പിന്നെ ഇവിടെ നിയമവാഴ്ച ഉണ്ട് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഈ ഒരു കുറ്റവും ചെയ്യാതെ അതിക്രമം ഏറ്റുവാങ്ങി അയാളുടെ കർണപടം പൊട്ടി ചികിത്സയിലായി ഇല്ലാത്ത കുറ്റം ചുമത്തി ഇതൊക്കെ പോരാഞ്ഞിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല, പണിയെടുത്ത് ജീവിക്കാൻ നിന്നെ സമ്മതിക്കില്ല, നിന്നെ കാപ്പ ചുമത്തി ഇവിടുന്ന് ഓടിക്കും എന്ന് പറയുന്ന സംവിധാനമായി കേരളത്തിലെ പോലീസ് മാറിയെങ്കിൽ അങ്ങനത്തെ ഒരു പോലീസാണോ ഇവിടെ ആവശ്യം? തീർച്ചയായിട്ടുമല്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു നിയമവ്യവസ്ഥയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു കാര്യം അറിയാം, വളരെ വർഷങ്ങളായിട്ട് തന്നെ ചില വ്യക്തികളോ അല്ലെങ്കിൽ ചില സൊസൈറ്റികളോ അല്ലെങ്കിൽ ചില സംഘടനകളോ നടത്തിയ നിയമപരമായ പോരാട്ടങ്ങളാണ് നമ്മൾക്കൊക്കെ ഇപ്പോഴുള്ള ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനീതിക്കെതിരെ നമ്മൾ ശക്തമായിട്ട് തന്നെ പോരാടണം. അതിനൊന്നും നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പക്ഷേ സുജിത്ത് കേസ് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ മാത്രം മതി പോലീസിന് സ്വമേധയാ കേസെടുത്ത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാം, ഇവരെ സസ്പെൻഡ് ചെയ്യാം. ക്രിമിനൽ കേസ് ഇതൊരു നോൺ ബെയിലുള്ള ഒഫൻസാണ്. ആ നോൺ ബെയിലുള്ള ഇവരെ കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യാം. അതിലൊക്കെ ഉപരിയായിട്ട് ഇവരെ സർവീസിൽ നിന്ന് പുറത്തിരുത്തുക മാത്രമല്ല, ഇവരെ ഒരു തർക്കവുമില്ല, ഈ ദൃശ്യം മാത്രം കോടതിയിൽ ഹാജരാക്കിയാൽ സുജിത്ത് ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ഇവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനൊന്നും നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആദ്യം പറയുന്നത് ഇപ്പോൾ പറയുന്ന ഒന്ന് തന്നെയാണ്. ഭരണകക്ഷി മാത്രമല്ല, അത് നമ്മൾ പരിപൂർണമായിട്ട് ഭരണകക്ഷി നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലീസിനെ കടിഞ്ഞാണിടാനുള്ള അധികാരം ഭരണകക്ഷിക്കില്ല എന്നൊരു ചോദ്യം മറുവശത്തുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇത് പലപ്പോഴും നേതൃത്വമോ മറ്റു പാർട്ടിക്കാരോ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും അവരൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. താഴേക്കിടയിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്യും. ഇതുപോലുള്ള നിരപരാധികൾ ക്രൂശിക്കപ്പെടും. അവർ പിന്നെ ആ തെറ്റുകൾ സംരക്ഷിക്കപ്പെടുന്നതും ആത്മവീര്യമായി പ്രഘോഷിക്കപ്പെടുന്നതും ആ തെറ്റുകൾ ചെയ്യുന്നവർക്ക് താമ്രപത്രം കിട്ടുന്നതും തീർച്ചയായും ഒരു രാഷ്ട്രീയമായ കുറ്റകൃത്യം കൂടിയാണ്.